ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി വചനം തിരുവചനം എന്ന പ്രോഗ്രാമിൽ പങ്കുചേരുവാൻ ഒന്നുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും വേണ്ട കഴിവിനായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച കർത്താവിൻ്റെ ദിവ്യസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ. കർത്താവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ കൃപയായിരിക്കണമേ. അവിടെ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇവിടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഉണർത്തുകയും തുറന്ന ഹൃദയത്തോടുകൂടി അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഇതിന് വിരുദ്ധമാകുന്ന എല്ലാ ശക്തികളും ഇവരെ കാത്തുകൊള്ളണമേ. അതുവഴി ഞങ്ങളുടെ വചനം ശ്രവിച്ച് അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഇന്ന് കർത്താവ് നമുക്കായി നൽകുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാമത്തെ വചനങ്ങൾ മുതലാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവും ശിഷ്യന്മാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് വന്ന് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുക. പ്രകാരമാണ് നമ്മൾ സുവിശേഷത്തിൽ അത് വായിക്കുക. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? ഈശോ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. കർത്താവിൻ്റെ വിശുദ്ധമായ വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16, 17 തിരുവചനങ്ങൾ. പിന്നീട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ആ യുവാവ് ഈശോയോട് ചോദിക്കുകയാണ്, ഏതെല്ലാം പ്രമാണങ്ങൾ? ഉടനെ കർത്താവ് അതെല്ലാം പറഞ്ഞു. അതിനുശേഷം ആ യുവാവ് തന്നെ ഈശോയോട് പറയുന്നു, കർത്താവേ, ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പാലിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? അപ്പോൾ ഉടനെ ഈശോ പറഞ്ഞു, നീ പൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക. വചനത്തിൽ പറയുന്നത്, ഇത് കേട്ട്, ഈ വചനം കേട്ട്, 22-ാമത്തെ വചനം, ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയെന്നാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ചതൊരു യുവാവാണ്, യുവാവായൊരു മനുഷ്യൻ. ഇതിൻ്റെ പാരലൽ ടെസ്റ്റിൽ നമ്മൾ വായിക്കുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നത്, ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു എന്നാണ്. നിയമജ്ഞനായൊരു യുവാവ്. അപ്പം അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ആ യുവാവിൻ്റെ ചോദ്യം വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. ഏത് ദേശത്തുള്ള വ്യക്തിയായാലും, ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും, പ്രത്യേകിച്ച് യുവത്വത്തിലേക്ക് വളരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കുമെന്നാണ്, ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുമെന്നാണ് ഇന്ന് ശാസ്ത്രം തെളിയിച്ചതും പഠിപ്പിക്കുന്നത്. അവൻ്റെ ചിന്തകൾ ഉണരും, ചിന്താശക്തി ഉണരും. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ സഭയിൽ തന്നെ നമുക്കറിയാം, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരെല്ലാം വിശ്വാസത്തിൽ സ്വസ്ഥമായിട്ട് വളർന്നു വരും. പരിശീലിപ്പിക്കുന്ന കാര്യങ്ങളനുസരിച്ച് അവർ ജീവിച്ച് വന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ പങ്കുചേരും, പള്ളിയിൽ പോകും, നിയമങ്ങളനുസരിക്കും, യാതൊരു അസ്വസ്ഥതകളുമില്ല. എന്നാൽ യുവത്വത്തിലേക്ക് അവർ വരുമ്പോൾ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങും, ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും.
എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം, എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പള്ളിയിൽ പോകണം, എന്തിന് പ്രമാണങ്ങൾ അനുസരിക്കണം, അങ്ങനെ ഒത്തിരിയേറെ ചോദ്യങ്ങൾ യുവത്വത്തിലേക്ക് വളരുമ്പോൾ മനുഷ്യ മനസ്സുകൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ മാതാപിതാക്കളും അല്ലെ സഭയിലെ അധികാരികളും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. മതാധ്യാപകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. കുട്ടികൾ യുവത്വത്തിലേക്ക് വളരുമ്പോൾ ചോദ്യങ്ങളുമായിട്ട് അവരെ സമീപിക്കുന്നു. ക്ലാസ്സുകളിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ഈ യുവാവും യേശുവിൻ്റെ അടുക്കൽ വന്നതൊരു ചോദ്യവുമായിട്ടാണ്. അതിൻ്റെ കാരണം ഈശോ നല്ലവണ്ണം ഉത്തരം പറയുന്നു എന്ന് കേട്ടുകൊണ്ടാണ് അവൻ വരുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈശോ നല്ല ഉത്തരങ്ങൾ പറയുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങൾ സാധാരണ റബിമാരെക്കാളെല്ലാം അതീതമായിട്ട് അത്ഭുതകരമായ പ്രബോധന സിദ്ധിയുള്ള വചനങ്ങളായിരുന്നു. അതിലൂടെയെല്ലാം ഈ യുവാവിന് മനസ്സിലാക്കി ഈശോയ്ക്ക് ആ ഒരു പ്രത്യേക പ്രബോധന ശക്തിയുണ്ട്. ഇത് മനസ്സിലാക്കിയ യുവാവാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഈ ഒരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഉണ്ടാകണം. എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണ്. ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ദേശത്തുപെട്ടവനാണെങ്കിലും, ഏത് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണെങ്കിലും അവരെല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു ചോദ്യമുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 50-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അനന്ത നന്മ സ്വരൂപനായ ദൈവം തൻ്റെ മഹത്വത്തിൽ പങ്കുകാരാക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ് മതബോധന ഗ്രന്ഥത്തിൽ 50-ാമത്തെ ഖണ്ഡിക വ്യാഖ്യാനിക്കുന്നത്. 1-ാമത്തെ ഖണ്ഡികയിലും അത് ആവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നു, അനന്ത നന്മ സ്വരൂപനായ ദൈവം തൻ്റെ സൗഭാഗ്യത്തിൽ പങ്കുകാരാക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആ ലക്ഷ്യം സ്വന്തമാക്കുവാനുള്ള കഴിവും ദൈവം കൊടുത്തു. പിന്നീട് വരുന്ന ആ അധ്യായങ്ങളും അല്ലെങ്കിൽ ആർട്ടിക്കിളുകളും ഖണ്ഡികകൾ വായിക്കുമ്പോൾ അവിടെ സഭ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്, എന്തെല്ലാം സിദ്ധികളോടുകൂടിയാണ് സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ വളരെ വ്യക്തമായി സഭാമാതാവ് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ്. ഇത് പുതുമയായ പഠനമൊന്നുമല്ല, നമുക്കറിയാം. കാരണം ആദ്യം മുതലേ കർത്താവീശോയുടെ കാലം മുതൽ ഈ കാര്യങ്ങൾ സഭയിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നീട് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായ തരത്തിൽ ചോദ്യോത്തര ശൈലിയിൽ സഭാമാതാവ് മക്കളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പഴയ വേദപാഠ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 10-ാം പീയൂസ് മാർപ്പാപ്പ എഴുതിയ സാർവത്രിക സഭയിലെ വലിയ വേദോപദേശം പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് ചോദ്യോത്തരങ്ങളായിട്ടാണ് വിശ്വാസ സത്യങ്ങളെ പരിശുദ്ധ പിതാവ് പഠിപ്പിച്ചു കൊടുത്തത്. പരിശുദ്ധനായ 10-ാം പീയൂസ് മാർപ്പാപ്പയുടെ വിഖ്യാതമായൊരു പുസ്തകമാണത്, വലിയ വേദോപദേശം. ചോദ്യോത്തര ശൈലിയിൽ വിശ്വാസ രഹസ്യങ്ങളൊക്കെയും വിശ്വാസികൾക്ക്, കുട്ടികൾക്ക്, മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകമാണത്. അവിടെ 1-ാമത്തെ ചോദ്യം ഇതാണ്, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉടനെ അതിന് ഉത്തരം നമുക്കറിയാം, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. 2-ാമത്തെ ചോദ്യം, എങ്ങനെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? ഉടനെ അതിന് ഉത്തരം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചു. നമ്മളില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉണ്മയായിട്ട് തീർന്നു. അല്ലാതെ നേരത്തെ ജീവിച്ചിട്ട് രണ്ടാമത് വന്നതല്ല, മറിച്ച് ഇല്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ച് നമുക്ക് ജന്മം നൽകി. 3-ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്? അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരം, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സ്വർഗം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്, അഥവാ നിത്യജീവൻ അവകാശമാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഈ വചനമാണ്, ഈ യുവാവ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലാണ്.
ആ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യന് ഈ ചിന്ത നഷ്ടപ്പെടുന്നത് ഒത്തിരിയേറെ വ്യതിചലനങ്ങളിലേക്ക് നയിക്കും. അവൻ്റെ ജീവിത വഴികളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു ഓർമ്മ നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വരും, വഴിതെറ്റിപ്പോവും. അവൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നത് പോലെയാണ്. ലക്ഷ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതയാത്ര തന്നെ വഴിതെറ്റും. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ, ഈ ചോദ്യത്തിൻ്റെയും അതിന് ഈശോ നൽകുന്ന ഉത്തരത്തിൻ്റെയും പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പം ആ യുവാവ് ചോദിച്ച ചോദ്യം, നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്, കാരണം അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ അവനെ അലട്ടുന്നതായ പ്രശ്നം ഈ നിത്യജീവൻ അവകാശമാക്കുവാനുള്ള വഴി ഏതാണെന്നുള്ളതാണ്. കാരണം പല വഴികൾ അവൻ കേൾക്കുന്നു. റബിമാർ ഒരു വശത്ത് പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ അവൻ നിയമജ്ഞനൊക്കെ ആയതുകൊണ്ട് മറ്റ് മതങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങളോ അറിവുകളോ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം മറ്റു മതങ്ങൾ വേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷെ അവിടെയെല്ലാം അസ്വസ്ഥനായ മനുഷ്യനാണ് സത്യപ്രബോധകനായ യേശുവിൻ്റെ അടുത്ത് വന്ന് ഈ ചോദ്യം ഉന്നയിച്ചത്. ഗുരു അല്ലെ റബ്ബി എന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന നമുക്ക് നമ്മുടെ കർത്താവിനോട് നേരിട്ട് ചോദിക്കാം, ഈശോയെ ഞാൻ എന്ത് ചെയ്യണം? ആ ഈശോ നമുക്ക് ഉത്തരം തരുന്നത് വളരെ വ്യക്തമായൊരു ഉത്തരമാണ്. രണ്ടുത്തരമൊന്നുമില്ല. അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നൊന്നും അല്ല ഈശോ പറയുക. വളരെ വ്യക്തമായൊരു ഉത്തരമാണ് ഈശോ തരുന്നത്. ഈശോ പറഞ്ഞു, നിത്യജീവൻ അവകാശമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും എല്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കേണ്ട ഒരു വചനമാണിത്. നിത്യജീവൻ അവകാശമാക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോ കാൽക്കുലേറ്റ് ചെയ്താണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്. ഓരോ വാക്കിനും ഒത്തിരിയേറെ ആഴവും അർത്ഥവുമുണ്ട്. ഈശോ പറയുന്നത്, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മതി, ആഗ്രഹമില്ലേ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഈ ഒരു ആഗ്രഹം നമുക്ക് വേണം. നിത്യജീവൻ അവകാശമാക്കുവാൻ ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ആഗ്രഹമാണ്. വിശപ്പുള്ളവനെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയാണ്. വിശപ്പില്ലാത്തവന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ദാഹമില്ലാത്തവന് ജലം കുടിക്കേണ്ട ആവശ്യം വരില്ല. ദാഹം വേണം, വെള്ളം കുടിക്കണമേ. ആ ദാഹത്തിൻ്റെ അഭാവം വളരെ വിപത്താണ്, വലിയൊരു വിപത്താണത്. ആ ആഗ്രഹമില്ലായ്മ ഇന്ന് ജനതകളിൽ നമ്മൾ കാണുന്ന ഒരു വിഭാഗത്തിൽ കാണുന്ന കാര്യം അതാണ്. ഈ ആഗ്രഹം പോലും നഷ്ടപ്പെട്ടിരിക്കും. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം ഈ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അതിതാണ്, ദൈവം എല്ലാ മനുഷ്യരിലും ദൈവത്തെ പ്രാപിക്കുവാനുള്ള ഒരു ദാഹം നിക്ഷേപിച്ചിരിക്കുന്നു. എ തേഴ്സ്റ്റ് ഫോർ ഗോഡ്. അത് നിക്ഷേപിച്ചിരിക്കുകയാണെന്നാണ് പറയാം. ബൈ ബർത്ത് എവരി ഹ്യൂമൻ പേഴ്സൺ ഹാസ് ദിസ് തേഴ്സ്റ്റ് ഫോർ ഗോഡ്. അതുകൊണ്ടാണ്, ഈ ദാഹമുള്ളത് കൊണ്ടാണ് എല്ലാ മനുഷ്യരിലും ദൈവം ഈ ദാഹം നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എല്ലാ ജനതകളിൽപ്പെട്ട മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കുന്നവനായിട്ട് തീർന്നിരിക്കുന്നത്, ദൈവാന്വേഷിയായി തീർന്നിരിക്കുന്നത്. ദൈവാന്വേഷിയായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണ്. എല്ലാ ദേശത്തുള്ളവരും അങ്ങനെയാണ്. വിവിധ മതങ്ങളുണ്ടായതെന്നും ആ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, അതിന് വ്യാഖ്യാനിക്കുകയാണ്. ദൈവാന്വേഷണത്തിൽ അവർക്ക് ലഭിച്ചതായ ഉത്തരങ്ങളാണ് ഓരോ മതങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന വഴികൾ അനുധാവനം ചെയ്താൽ നിത്യജീവൻ അവകാശമാക്കാൻ, മോക്ഷം പ്രാപിക്കാൻ സാധിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും, സ്വർഗം പ്രാപിക്കാൻ സാധിക്കും. ഇതാണ് ഓരോ മതങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ദാഹം എല്ലാ മനുഷ്യരിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ദാഹമാണ് മനുഷ്യനെ ദൈവാന്വേഷിയാക്കി തീർക്കുന്നത്. ദൈവത്തെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം അവനെ ദൈവാന്വേഷിയായിട്ട് തീർക്കുന്നു. നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ മനുഷ്യൻ ഓടി നടക്കുന്നവനായി തീരുന്നു. കാരണം ദാഹം വന്നു കഴിയുമ്പോൾ മാൻപേട നീർച്ചാല് തേടി ഓടാൻ തുടങ്ങും. അതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്നാണ് സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം ഈ ഒരു ആഗ്രഹമാണ്, ദാഹമാണ് ഈ യുവാവിനെയും യേശുവിൻ്റെ അടുക്കലേക്ക്
എത്തിക്കുന്നത് ഈ ചോദ്യവുമായി, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ചോദിക്കുന്ന ഓരോ മനുഷ്യനും ഈശോ നൽകുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഈശോ പറയുന്നു, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അപ്പം നിത്യജീവൻ ഞാൻ അവകാശമാക്കണം, സ്വന്തമാക്കണം. പലരും കൊണ്ടും തരുമല്ല. നിത്യജീവൻ അവിടെയുണ്ട്, പക്ഷെ അത് സ്വന്തമാക്കേണ്ടത് ഞാനാണ്. ഞാൻ പണിയെടുത്താണ്, ഞാൻ ജീവിച്ചാണ് അത് സ്വന്തമാക്കേണ്ടത്. വില കൊടുത്ത് ഞാൻ സ്വന്തമാക്കുകയാണ്. എൻ്റെ പ്രയത്നം വഴി, എൻ്റെ പരിശ്രമം വഴി, എൻ്റെ ശ്രദ്ധയുള്ള ജീവിതം വഴി ഞാനത് സ്വന്തമാക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വം, ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പലപ്പോഴും ഇത് ഒരു നിസ്സംഗതയോടുകൂടി നമ്മുടെ വിശ്വാസത്തിലെ ജീവിതത്തിലേക്ക് വന്ന യുവതി യുവാക്കൾ പോലും ചിന്തിക്കാറുണ്ട്. ജോലി വന്നു, തിരക്കുകൾ വന്നു, എല്ലാം വന്നു, പ്രമാണങ്ങളിൽ നിന്നൊക്കെ വഴിതെറ്റി ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പിന്നീട് ഒരു കാലത്ത് തിരിച്ചു വരുന്നു, തിരിച്ചറിവിലേക്കും തിരിച്ചു വരവിലേക്കും വരുന്നു ഈ ഒരു അനുഭവം. പക്ഷെ കർത്താവ് പറയുന്നു, ഇതിന് വേറൊരു വഴിയില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് നിത്യജീവൻ നമ്മൾ അവകാശമാക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടു കൂടി പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കണം. ഇന്ന് പലപ്പോഴും ആളുകൾ കുറ്റപ്പെടുത്തുന്നൊരു കാര്യമാണ്, യുവതി യുവാക്കൾ സഭയിൽ നിന്ന് മാറിപ്പോകുന്നു, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. അവർക്ക് അതിനെക്കുറിച്ചൊന്നും താല്പര്യമില്ല. പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കണമെന്ന് താല്പര്യം കാണിക്കാറില്ല. എല്ലാവരുമാണെന്ന് പറയുന്നില്ല, ഒരു വിഭാഗം ആളുകൾ അങ്ങനെ തിരിച്ചു പോകുന്നു. ഒരിക്കലും എല്ലാവരും വഴിതെറ്റിപ്പോകുന്നു ഒരിക്കലും ചിന്തിക്കാൻ പറ്റും. കാരണം കത്തോലിക്കാ സഭയിൽ പ്രത്യേകിച്ച് വളരെ ശക്തമായ വിശ്വാസ പരിശീലനമൊക്കെ ഉണ്ട്. അനേകർ നന്മയിൽ വളരുകയാണ്. എങ്കിലും ചിലരെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ, അല്ല ഇതിനൊന്നും വില കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താ കാരണം? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. നിന്റെ രക്ഷ നിന്റെ കൈകളിലാണെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നിത്യജീവൻ, നിന്റെ രക്ഷ നീ സ്വന്തമാക്കുന്നത് നിന്റെ പരിശ്രമം കൊണ്ടാണ്. കർത്താവ് നമ്മളെ സഹായിക്കും, അതിനുള്ള എല്ലാ വഴികളും കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനാണത് സ്വന്തമാക്കേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ രക്ഷ സ്വന്തമാക്കേണ്ടത്. അല്ലെങ്കിൽ നിത്യജീവൻ അവകാശമാക്കേണ്ടത് എൻ്റെ കടമയാണ്. വിശുദ്ധ അഗസ്തീനോസ് എപ്പോഴും പറഞ്ഞിരുന്നൊരു വചനമുണ്ട്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് നമ്മളുടെ സഹായത്തോടെയോ നമ്മളുടെ അനുവാദത്തോടെയോ അല്ല, നമുക്കറിയാം. അതാണ് അഗസ്തീനോസ് പറഞ്ഞത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ അനുവാദത്തോടെയോ നമ്മുടെ ആദരവോടുകൂടിയോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമായി അവിടെ നിന്ന് നമ്മെ സൃഷ്ടിക്കുന്നു. പക്ഷെ അഗസ്തീനോസ് വീണ്ടും പറയുകയാണ്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. അപ്പം നിന്റെ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നിന്റെ സഹായം വേണം, നിന്റെ സഹകരണം വേണം. ഇതാണ് കർത്താവ് പറയുന്നത്, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ രക്ഷയെക്കുറിച്ച്, നിത്യജീവൻ അവകാശമാക്കുന്നതിനെക്കുറിച്ച് എനിക്ക് എന്തുമാത്രം താല്പര്യമുണ്ട്, എന്തുമാത്രം ആഗ്രഹമുണ്ട്, അതിനെക്കുറിച്ചുള്ള ദാഹം എനിക്ക് എന്തുമാത്രമുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തുമാത്രം താല്പര്യമുണ്ട്, മറ്റു പലതിനെക്കുറിച്ചും താല്പര്യമുണ്ട്. നമുക്കറിയാം, ഓരോ കുട്ടികളുടെ പഠനത്തിൻ്റെ ഓരോ മേഖലകൾ മുന്നേറുമ്പോഴും എത്രയോ താല്പര്യത്തോടു കൂടിയാണ് പുതിയ പുതിയ പഠനങ്ങളിലേക്ക്, ട്യൂഷനുകളിലേക്ക്, സെൻറ്ററുകളിലേക്ക് നമ്മൾ കുട്ടികൾ പോകുന്നതും കുട്ടികളെ പറഞ്ഞയക്കുന്നതും. എത്രയോ താല്പര്യത്തോടു കൂടി ജാഗ്രതയോടെ നിൽക്കുകയാണ്. പക്ഷെ എന്തുമാത്രം ജാഗ്രത നമുക്ക് നമ്മുടെ രക്ഷയെക്കുറിച്ചുണ്ട്, ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കടന്നു കയറാറില്ല പലപ്പോഴും. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എൻ്റെ രക്ഷ എൻ്റെ കൈകളിലാണെന്നും ദൈവത്തിൻ്റെ സഹായം എല്ലാ അർത്ഥത്തിലും നമുക്ക് ലഭിക്കുമെന്നും, എന്നാൽ ഞാൻ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് വഴിയാണ് എനിക്ക് രക്ഷ സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നുള്ള ഒരു അവബോധം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ പറഞ്ഞു, അതിനുള്ള വഴി
പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏതാനും വചനഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അവകാശമാക്കുവാൻ 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ, നിങ്ങൾ അവകാശമാക്കുവാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനുമാണ് ഇത് ഞാൻ നൽകുന്നത്. ഇവിടെ മോശയിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും. പിന്നീട് ഇതിൻ്റെ അർത്ഥം നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങൾ, ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവൻ. കണ്ടോ, വളരെ ശ്രദ്ധയോടുകൂടി ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങളിത് മറന്നു പോകരുത്. പലപ്പോഴും സംഭവിക്കുന്നതാണ്, നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ, സ്വസ്ഥതയുണ്ടാകുമ്പോൾ, സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വഴികൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവമായ കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത്. വീണ്ടും 11-ാം അധ്യായത്തിൽ 26 മുതലുള്ള വചനങ്ങൾ അവിടെ പറയുന്നു, ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം, എന്നാൽ അവ തെറ്റിച്ച് അന്യദേവന്മാരുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് ശാപം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ അതേ സന്ദേശം ഈശോ പുതിയ നിയമ ജനമായി നമുക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഈശോ നൽകിയ ഈ വലിയ പ്രബോധനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ വഴിതെറ്റാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, സുഖലോലുപതകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സ്വാധീനിക്കുമ്പോൾ ദൈവമായ കർത്താവിനെ മറക്കാതെയും അവിടുത്തെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള കൃപ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയാണത്. സമൃദ്ധിയിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള, ദൈവപ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിച്ച് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആ ഒരു വലിയ കൃപ തന്ന് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നിത്യജീവൻ അവകാശികളായി എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ പ്രായത്തിലും മുന്നേറുവാൻ വേണ്ട അനുഗ്രഹം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കർത്താവിൻ്റെ ദിവ്യസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളും അങ്ങയുടെ തിരുവചനം കേട്ടുവല്ലോ. നിത്യജീവൻ അവകാശമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. കർത്താവെ, നിത്യജീവൻ സ്വന്തമാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി പ്രമാണങ്ങളനുസരിച്ചുള്ളൊരു ജീവിതമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ, സമൃദ്ധികളിൽ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വഴിതെറ്റാതെ വിശ്വസ്തയോടെ പ്രമാണങ്ങൾ പാലിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സമൂഹത്തിൽ ഈ വചനം ശ്രവിക്കുന്ന മക്കളിൽ ആരെങ്കിലും
അവരുടെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ ദിവസം അത് തിരിച്ചുവരവിൻ്റെ ദിവസമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജ്ഞാനവും ശക്തിയും നൽകണമേ. നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലോ അവരുടെ കുടുംബങ്ങളിലോ ഉണ്ടെങ്കിൽ കർത്താവെ ആ ദൈവികമായ ആഗ്രഹം നൽകി അവരെ എല്ലാവരെയും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരെല്ലാവരെയും ആവരണം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.